السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. أما بعد. സൂഫി കലാസംഗീതങ്ങളുടെ ആസ്വാദന സൗന്ദര്യം, സാധ്യതയും പരിമിതിയും വളരെ വിശാലമായ ഒരു വിഷയമാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ വിഷയാവതരണം നടക്കും. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രൗഢമായ 5-6 പേപ്പറുകൾ അവിടെ അവതരിപ്പിക്കാനുണ്ട്. ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാന്നുള്ളത് മാത്രമാണ്. സൂഫിസം ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ്. സൂഫിസത്തിൻ്റെ പേരിൽ ഒരുപാട് കള്ളനാണയങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. ആത്മീയതയുടെ പേര് പറഞ്ഞ് മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം സൂഫിസത്തിൻ്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഉപയോഗപ്പെടുത്തുന്നത് ആത്മീയതയാണ്. അതിന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാര്യങ്ങളാണ് അതിന് ആയുധങ്ങളായി ഉപയോഗിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് സംഗീതം. ഇപ്പോൾ സൂഫി സംഗീതം എന്ന പേരിൽ എല്ലായിടത്തും വലിയ പരിപാടികളാണ്. വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്ത സൂഫി കൾട്ടുകൾ അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ ആ ഒരു ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ, അതോടൊപ്പം സ്വർഗവും. അതാണ് അതിൻ്റെ ഒരു ഭൗതിക ലോകത്ത് എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ആനന്ദത്തുന്തിലരായി, അങ്ങനെ തന്നെ പറയാം. അതോടൊപ്പം സ്വർഗവും, രണ്ടും കൂടിയും ഒരേ സമയം സമഞ്ജസമായി സമ്മേളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത്തരം സംഘങ്ങൾ ലോകത്ത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂഫിസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മലീമസമായ ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച്, ബൗദ്ധിക ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച്, മനസ്സിനെ സ്ഫുടം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗമാണ്. അതാണ് സൂഫിസം. സൂഫി എന്ന വാക്ക് എവിടെ നിന്ന് ഉടലെടുത്തു എന്നതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു കാണാം. ചിലർ പറഞ്ഞു സൂഫ് എന്നാണ്, കമ്പിളി ധരിക്കുന്നവരായതുകൊണ്ടാണ് സൂഫി എന്ന് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. സഫാ എന്ന പദത്തിൽ നിന്നാണ് സൂഫി എന്നത് വന്നിട്ടുള്ളത്. ഹൃദയത്തെ വിമലീകരിച്ച് എല്ലാ തെറ്റായ ചിന്തകളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ മോചിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് സൂഫിസം ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഈമാനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ചോദിച്ചൊരു ഹദീസ് എല്ലാവർക്കും അറിയാം. അതിൽ ഇഹ്സാനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബി ഇഹ്സാൻ? അപ്പോൾ റസൂൽ അതിന് പറയുന്ന മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം യകുൻ തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹനെ ആരാധിക്കുക. കഅന്നക തറാഹു, നീ അള്ളാഹനെ കാണുന്ന പോലെ. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തിലും ചിന്തയിലും അള്ളാഹനെ ആരാധിക്കുക. വഇല്ലം തകുൻ തറാഹു, നീ അള്ളാഹനെ കാണുന്നില്ലെങ്കിലും, നമുക്ക് അള്ളാഹനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അത് നമ്മളെ കാണുന്നുണ്ട്. ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾ അർത്ഥപൂർണമാകും.
അത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ആവുകയില്ല. അത് ആത്മാർത്ഥതയോടുകൂടെ ആയിരിക്കും. അതാണ് ഇഹ്സാൻ. ഈ ഇഹ്സാൻ അതാണ് ശരിക്ക് തസവൂഫ്. അതാണ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളും ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വിശ്വാസ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും തസവൂഫും. വിഷയാവതരികർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടൂല. നമ്മളെ കൊട്ടുകര ഉസ്താദ് വരുന്ന വരെയാണ് നമ്മളെ സമയം. ഇതിനൊക്കെ തന്നെയാണ് ത്വരീഖത്ത് എന്നും പറയാം. അതാണ് മഖ്ദൂം തങ്ങൾ ത്വരീഖത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പൊ ത്വരീഖത്ത്, തസവുഫ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും പഴുതുകളെടുത്ത് ഏതെങ്കിലും പഴുതുകൾ തെരഞ്ഞു പിടിച്ച് അതിലൂടെ മുന്നോട്ട് പോകാനുള്ള വഴികളല്ല. ഏറ്റവും സൂക്ഷ്മമായ കാര്യം എടുക്കുക, അത് സ്വീകരിക്കുക. അതാണ് ത്വരീഖത്ത്. അത് തന്നെയാണ് സൂഫികൾ ചെയ്യുക. അപ്പൊ ഒരു വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ടെങ്കിൽ അത് ജായിസാണ് എന്ന് പറഞ്ഞവരുണ്ട്, അത് കറാഹത്താന്ന് പറഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ അത് ഹറാമാന്ന് പറഞ്ഞവരുണ്ട്. എങ്കിലൊരു സൂഫി, ഒരു തസൗഫിന്റെ ആള്, ഒരു ത്വരീഖത്തുകാരൻ എന്താണ്, അത് ഹറാമാന്ന് പറഞ്ഞവരുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഒരു സൂഫി ചിന്തിക്കേണ്ടത്. അല്ലാതെ അത് ഇന്ന ഒരു പണ്ഡിതൻ അങ്ങനെ അത് പറ്റുമെന്ന് പറഞ്ഞണല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്യാം എന്നല്ല ത്വരീഖത്തുകാര് ചിന്തിക്കുക. അതാണ് ശരിയായ ത്വരീഖത്ത്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ സമായനെ സംബന്ധിച്ച സമായന്റെ ഇനങ്ങളും അതിൻ്റെ കർമ്മശാസ്ത്ര വിധികളിലേക്കൊന്നും ഞാൻ പോകണില്ല. അതിവിടെ വിഷയാവതരണങ്ങൾ നടക്കാനുള്ളത് കൊണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം പറഞ്ഞത് കാണാം. സമായനെ പറ്റി ചോദിച്ചപ്പോൾ അൽ ഇൻഷാദുൽ മുഹദ്ദിഖു ലിൽ അഹ്വാലി സയ്യിഅതി ബിമാ യതഅല്ലഖു ബിൽ ആഖിറതി ഫലാ ബഅസ ബിഹി. അള്ളാഹുമായി ബന്ധപ്പെട്ട ആഖിറുമായി ബന്ധപ്പെട്ടതാണ് സമാ എങ്കിൽ അതിന് കുഴപ്പമില്ല. അത്തരം സമായന് അത്തരം അത്തരം സംഗീതമെന്നോ പാട്ടെന്നോ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. അതാണ് ഷേറിനെ പറ്റി പറഞ്ഞ ഹസനുഹു ഹസനുൻ വ കബീഹുഹു കബീഹുൻ എന്ന് ഇമാം നബി തങ്ങൾ പറഞ്ഞു കാണാം. കവിത അതിൽ നല്ല ഇനം ആഖിറത്തിനെ ഓർമ്മിപ്പിക്കാനുള്ള കവിതയാണെങ്കിൽ, റസൂലുള്ളാഹിനെ പറ്റിയുള്ള മദ്ഹാണെങ്കിൽ അത് നല്ലതാണ്. അല്ല അതിലെ വിഷയം അത് ജനങ്ങളെ തെറ്റിലേക്കാണ് പ്രേരിപ്പിക്കണമെങ്കിൽ അത് കുഴപ്പമാണ്, അത് പാടില്ല. എന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീർ വൽ ഖംറ വൽ മആസിഫ്. റസൂലുള്ളാഹി പറഞ്ഞു, പിന്നീട് എൻ്റെ സമൂഹത്തിൽ ഒരു കൗമ് വരും, യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീർ, അവര് വ്യഭിചാരം ഹലാലാക്കും. ഹിർറ് ഫർജ്, അന്യ സ്ത്രീകളുമായുള്ള ഭോഗം ഹലാലാണെന്ന് പറയും. ഹരീർ പട്ടുടുക്കാൻ പറ്റുമെന്ന് പറയും. കള്ള് ഹറാമാ, അത് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയും. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സമൂഹം വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘവീക്ഷണം ചെയ്തതാണ്. അതിൻ്റെ പുലർച്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും സൂഫിസത്തിന്റെ പേരിൽ. ഈ കള്ളനാണയങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് കള്ളത്തരീഖത്തുകാരുണ്ട്. ഇതേപോലെ വാദ്യോപകരണങ്ങളും മറ്റൊക്കെ ഹലാലാണ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തഈദുൽ ഹഖീഖത്തിൽ അലിയ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെ ഇത്തരം കള്ള തരീഖത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥം കാണാം. അതിൽ ബഹുമാനപ്പെട്ട് പറയുന്നു, തസൗഫി നഫ്സിഹി ഇൽമുൻ ശരീഫ്. തസൗഫ് യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഒരു നല്ല വിജ്ഞാനശാഖയാണ്. അന്ന മദാറഹു അലത്തിബാഇ സുന്ന വതർക്കിൽ ബിദഅ. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കലും വതർക്കിൽ ബിദഅ, പുത്തനാചാരങ്ങളെ ഒഴിവാക്കലുമാണ്. തസൗഫിന്റെ മർമ്മം എന്ന് പറയുന്നത് സുന്നത്തിനെ എടുക്കുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്ന റസൂലുള്ളാഹിന്റെ ചര്യ, ആ ചര്യയെ അനുധാവനം ചെയ്യുകയും ബിദ്അത്തിനെ പാടെ ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് തസവ്വുഫ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട് പറയുന്നുണ്ട്, വഖദ് കസുറ ഫീഹി ദഖീൽ മിൻ ഖൗമിൻ തശബ്ബഹു ബിഅഹ്ലിഹി. ഈ തസവ്വുഫിൽ കള്ളനാണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് യഥാർത്ഥ സൂഫികളുടെ വേഷം ധരിക്കും. വലൈസു മിൻഹും, അവർ യഥാർത്ഥത്തിൽ സൂഫികളല്ല. ഫഅദ്ഖലൂ ഫീഹി മാ ലൈസ മിൻ, തസവ്വുഫിൽ പെടാത്തതിനെ അവർ തസവ്വുഫിന്റെ ഭാഗമായി അവർ കണ്ടു. ഫഅദ്ദാ ദാലിക ഇലാ ഇസാഅത്തിൽ ദന്നി ബിൽ ജമീ. അപ്പോൾ ആളുകൾക്ക് എല്ലാത്തിനെ പറ്റിയും സംശയമായി. കുറെ ആള് തസവ്വുഫ് എന്നൊക്കെ പറഞ്ഞാണ്ട് കണ്ട എല്ലാ സംഗതിയും ശറഅ് വിരോധിച്ചതാണെന്ന് വ്യക്തമുള്ള കാര്യങ്ങൾ വരെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥ ആളുകളെ പറ്റി സംശയമായി. അങ്ങനെ ചിലപ്പോൾ ഒരു 500 നോട്ട് വ്യാജന ഇറങ്ങിയാൽ നമ്മളെ കൈ ഏത് നോട്ടിട്ട് നമുക്ക് എടുത്തു നോക്കും, നമ്മളെ കൈ കിട്ടിയ വ്യാജനാണോ അല്ലേ? ആ ഒരവസ്ഥ തസവ്വുഫിന്റെ വിഷയത്തിൽ വന്നു എന്ന് ഇമാം സുയൂത്തി പറയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി സിറുൽ അസ്റാറിൽ ഇത്തരം വ്യാജ കള്ള നാണയങ്ങളെ എണ്ണി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട് പറയുന്നു, അഹ്ലു തസവ്വുഫി വഹും 12 നഫറൻ. തസവ്വുഫിന്റെ ആളുകളെ 12 വിഭാഗമാണ്. വാഹിദുഹും സുന്നിയൂൻ, അതിൽ ഒറ്റൊന്നേ സുന്നിയുള്ളൂ. വഹുമുല്ലദീന അഫ്ആലുഹും വഅഖ്വാലുഹും മുവാഫഖത്തുൽ ലിശ്ശരീഅത്തി വത്തരീഖ. ആ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും ശരീഅത്തിനോട് പൂർണ്ണമായും യോജിക്കുന്നതാണ്. വഹും അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പൊ പ്രമാണങ്ങളോട് യോജിക്കുന്നതാണ് യഥാർത്ഥ തസവ്വുഫ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി അതാര് പറഞ്ഞാലും, അത് സൂഫി, ഏത് സൂഫി പറഞ്ഞാലും, സൂഫിസത്തിന്റെ പേരിൽ പറഞ്ഞാലും അത് സ്വീകാര്യമല്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് പറയാണ്, വൽ ബവാഖി ബിദഇയ്യൂൻ, ബാക്കിയുള്ളതൊക്കെ പുത്തനാശയക്കാരാണ്. ഫമിൻഹും ഹൽവിയ, നൂപരെണ്ണാണ്. വൽ ഹാലിയ വൽ ഔലിയാഇയ വസ്സംറാഖിയ വൽ ഹുബ്ബിയ വൽ ഹൂരിയ വൽ ഇബാഹിയ വൽ മുതകാസില വൽ മുതജാഹില വൽ വാഖിഫിയ വൽ ഇൽഹാമിയ. 11 വിഭാഗം. ഈ 11 വിഭാഗം കള്ളനാണയങ്ങളാണ് തസവ്വുഫിൽ. എന്നിട്ട് ഓരോ വിഭാഗത്തിന്റെയും വിശേഷണങ്ങൾ ഉപരി പരിചയപ്പെടുത്തുന്നുണ്ട്. ഫഅമ്മാ മദ്ഹബുൽ ഹുൽവിയ, ഹുൽവിയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇന്നഹും യഖൂലൂന ഇന്നൻ നദറ ഇലൽ വജ്ഹിൽ ജമീൽ മിനൻ നിസാഇ വൽ അംറദി ഹലാലുൻ. അന്യ സ്ത്രീകളിലേക്ക് നോക്കൽ ഹലാലാണ്, അമ്രദിനെ കാണുന്നത് ഹലാൽ, നോക്കൽ ഹലാലാണ് എന്ന് പറയുന്ന വിഭാഗം, അവരാണ് ഹുൽവിയ. വേറെ വിഭാഗത്തെ പറ്റി പരിചയപ്പെടുത്തുന്നു, ഹാലിയ. അവരെന്താണ്? യഖൂലൂന റഖ്സു വൽ ദർബുൽ യദി ഹലാലുൻ. റഖ്സ് പറ്റും, നൃത്തം ചെയ്യാൻ പറ്റും. റഖ്സു സൂഫിയ എന്ന് പറഞ്ഞൊരു ഇനുണ്ട് കേട്ടോ. സൂഫിയാക്കൾ അംഗീകരിക്കുന്ന ഒരു റഖ്സ് ഉണ്ട്, അതല്ല ഈ പറഞ്ഞത്. ഈ പറഞ്ഞത് കൊഞ്ചിക്കൊയലോടുകൂടെയുള്ള നൃത്തം അല്ലെങ്കിൽ ആട്ടം, ഇതാണ്, അത് ഹലാലാണെന്ന് പറയുന്നു. വദർബിൽ യദി ഹലാലുൻ, കൈകൊട്ടൽ. നമ്മൾ കണ്ടില്ല, ഇപ്പോൾ ഒരു ടീം നമ്മുടെ അജ്മീറിൽ ചെന്നിട്ട് ഹാജാതങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഈ വാദ്യോപകരണങ്ങൾ വെച്ചിട്ട് കൈകൊട്ടിപ്പാടുന്നത്. അത് പാടുണ്ട് എന്ന് പറയുന്ന ഹാലിയ വിഭാഗമാണ്, വിദേഹത്തിന്റെ ആളുകളാണ് അവര്. അവർ പറയുന്നു, ഈ ഷെയ്ഖിന് ഒരു പ്രത്യേക അവസ്ഥ വരും. ഷറഇന് അതിൽ വിശദീകരണം ഉണ്ടാവില്ല. ഷറഇയായിട്ട് അത് പറയാൻ പറ്റൂല. ഷറഇനെ വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഷറഇന്റെ നിയമങ്ങളോട് അവിടെ വാദകല്ല. അത് പച്ചയെ പ്രസംഗിച്ചു ഇവിടെ. അതായത് ഷറഇന്റെ ശരീഅത്തിന്റെ ആളുകൾക്ക് അവർക്ക് ബാഹ്യമായ അറിവേ ഉള്ളൂ. തരീഖത്തിന്റെ ആളുകൾക്ക് ബാത്തിനിയായ വേറെന്തോ ഒരു സാധനം അത് അവർക്കുണ്ട്, ഇൽഹാമുണ്ട്. അപ്പൊ ഇൽഹാം ഉണ്ടാകുമ്പോ അവർക്ക് ആ ഇൽഹാമിലൂടെ കിട്ടിയൊക്കെ ചെയ്യാന്നാ പറഞ്ഞേ. അത് ഒരു സ്വർണ്ണമോതിര ഹലാലാണെന്ന് ഇൽഹാമിലൂടെ തോന്നിച്ചാൽ അത് ധരിക്കാൻ പറ്റുന്നാണ് ഈ ത്വരീഖത്തുകാർ പറഞ്ഞത്, കള്ളത്വരീഖത്തുകാർ. അവരെ പറ്റിയാണ് ഇമാം മുഹിയുദ്ദീൻ ശൈഖ് അൽ ഹാലിയ എന്ന് പറഞ്ഞ വിഭാഗത്തിനെ പറ്റി പരിചയപ്പെടുത്തി പറഞ്ഞു. വഹാദിഹി ബിദ്അത്തുൻ ലൈസത്ത് ഫീ സുന്ന, അവർ ബിദ്അത്തിന്റെ ആളുകളാണ്. വേറെ വിഭാഗം അൽ ഔലിയാഇയ,
ഫൈന്നഹും യഖൂലൂന, അവര് വാദം എന്താണ്? ഇദാ വസലൽ അബ്ദു ഇലാ മർതബത്തിൽ ഔലിയായി സഖതത് അൻഹു തകാലീഫു ശറഅ. അവർ പറയുന്നത് ഔലിയായിന്റെ മർത്തബ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശറഇന്റെ നിയമങ്ങൾ അവർക്ക് ബാധകല്ല എന്ന് പറയുന്നു. അവർ പറയാൽ വലിയ അഫ്ളലു മിനൻ നബിയ്യി, നബിനേക്കാളും അഫ്ളലാണ് ഒരു വലിയന്. വലിയനാണോ നബിക്കാണോ അഫ്ളല്? അവർ പറയണത് വലിയനാണ് അഫ്ളല്. ഖദർ അലൈഹിസ്സലാം വലിയാണെന്ന അഭിപ്രായം വെച്ചുകൊണ്ട് അവർ പറയും ഖദർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് പഠിക്കാൻ പോയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പറയും വലിയ ആയിട്ടുള്ള ഖദറിനാണ് ശ്രേഷ്ഠത. ഇത് ശരിയല്ല. സംറാഖിയ്യ എന്ന് പറഞ്ഞ വിഭാഗം, പിന്നെ ഹുബ്ബിയ വേറെ വിഭാഗം, ഞാൻ നിർത്തുകയാണ്, ഹൂരിയ. അവരെ ഇതെന്താ? വൈനഹും കൽ ഹാലിയത്തി ലാകിൻ യദ്ദൗന വത്അൽ ഹൂരി ഫീ ഹാലാത്തിഹിം. അവരിങ്ങനെ ദിക്റൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് എന്തോ ഒരു ആനന്ദാവസ്ഥയിലേക്ക് എന്തേലും പറയാച്ചാ ആ ഒരു അവസ്ഥയ്ക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാ അവർ പറയും ഞങ്ങൾ ഹൂറുല്ലീങ്ങളെ വത്ത് ചെയ്യുമല്ലോ, വത്ത് ചെയ്യാനായിട്ട് അവർക്ക് തോന്നുകയാണ്. അങ്ങനെ അവർ ഈ ബോധമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇഖ്തസലുൽ കുളിച്ചു കഴിയും, ജനാബത്ത് കുളിക്കും. ഇതാണ് ഹൂരിയ വിഭാഗം. വൽ അമൽ അതിന് ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല, ഇനി വരാൻ നിൽക്കണുള്ളൂ. അമ്മൽ ഇബാഹിയ വേറെ വിഭാഗമാണ്. ഇബാഹിയ ഫയത്റുകൂനൽ അംറ ബിൽ മഅറൂഫ്, അംറും ബിൽ മഅറൂഫിനെ അവര് ഒഴിവാക്കും. വയുഹില്ലൂനൽ ഹറാം, ഹറാമിനെ ഹലാലാക്കും. വയസ്ഹബൂനൻ നിസാ, അന്യ സ്ത്രീകളുമായുള്ള സഹവസിക്കും. അത് കുഴപ്പമില്ല, അതൊക്കെ സൂഫി, നിങ്ങൾ ശറഇന്റെ നിയമം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങൾക്ക് ബാധകല്ല എന്ന് പറയും. മുത്തക്കാസില എന്ന് പറഞ്ഞ വിഭാഗം മടിയന്മാര്, ഒരു കസ്ബും ചെയ്യില്ല. വയത്റുകൂനൽ കസ്ബ വയസ്അലൂനൽ അബ്വാബ്, എല്ലായിടത്തും യാചിച്ച് നടക്കും, ഒന്നും ചോദിക്കൂല, അല്ല പണിയെടുക്കൂല, വെറുതെ. വഅമ്മൽ മുതജാഹില ഫയൽബസൂന ലിബാസൽ ഫുസ്സാഖ്, അതാണ് മുതജാഹില എന്ന് പറയുന്ന വിഭാഗം. ഓരോരുത്തരെയും ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് സിറുൽ അസ്റാറിൽ പരിചയപ്പെടുത്തുന്നു. വഅമ്മൽ വാഖിഫിയ്യ ഫഇന്നഹും യഖൂലൂന ലാ യഅരിഫുല്ലാഹ ഗൈറുല്ലാഹ് വയത്റുകൂന തലബൽ മാരിഫ, മാരിഫത്തുല്ലാഹ് അവർ തേടൂല, അല്ലാഹനെ ആർക്കും അറിയാൻ കഴിയില്ല എന്ന പോലെ വാദം. ഇൽഹാമിയ്യ എന്ന വിഭാഗം വയത്റുകൂനൽ ഇൽമ വയൻഹൗന അനിത് തദ്രീസ്, ഇൽമ പഠിക്കലിനെ അവർ നിരുത്സാഹപ്പെടുത്തും, തദ്രീസിനെ അവർ വിലക്കും. കാരണം അവർക്ക് ഏറ്റവും പേടി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഒരു തടസ്സം ഈ മുദരീസുമാരും ഇൽമ പഠിക്കുന്ന ആളുകളാണ്. അവർ പറയും ഖുർആൻ ഹിജാബാണ്, മറയാണ്. വൽ അശ്ആറു ഖുർആനു ത്വരീഖ, കവിതകളും പാട്ടുമാണ് ത്വരീഖത്തിന്റെ ഖുർആൻ. അപ്പൊ പാട്ടും കവിതയും അതിനെ പ്രോത്സാഹിപ്പിക്കും. നോക്കി ബഹുമാനപ്പെട്ട പോലെ കുട്ടികൾക്ക് ഒരു പാട്ട പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കൂല. ഈ വിഭാഗങ്ങളൊക്കെ പേച്ച വിഭാഗമാണ്. 12 വിഭാഗത്തില് ഒരൊറ്റ വിഭാഗം മാത്രമേ സുന്നിയുള്ളൂ എന്നാണ് സിറുൽ അസ്റാറിൽ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ത്വരീഖത്തിന്റെ പേരിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാനുള്ള മാർഗമാണ് നമുക്ക് ഈ പറഞ്ഞു തന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ശരീഅത്തിന് വിരുദ്ധമായ ഏതാണെങ്കിലും, ഇപ്പോ വാദ്യോപകരണങ്ങൾ അത് ശരീഅത്തിൽ വിലക്കപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞല്ലോ അത് ഹലാലാക്കുന്നൊരു വിഭാഗം വരും എന്ന് റസൂലുള്ളാഹി ദീർഘവീക്ഷണം ചെയ്തതാണ്. ബുഖാരിന്റെ ഹദീസാണത്. അപ്പോ ഇത്തരം വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ശറഈ വിലക്കിയ വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരുപാട് ത്വരീഖത്തിന്റെ വലിയ വലിയ മശായിഖന്മാരെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ത്വരീഖത്തുകൾ ഇപ്പോ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാവുകയും മറ്റുള്ളവരെ ബോധവാന്മാരാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സമാഇനെപ്പറ്റി വിശദമായ ഇവിടെ ചർച്ച വരുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാതിരുന്നതാണ്. സമാഇ ഉപകരണങ്ങൾ, വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ടും അല്ലാത്തതിനും സമാഇ എന്ന് പറയും. ചിലർ സൂഫി സമാഇ എന്ന് പറഞ്ഞ വാദ്യങ്ങളോട് കൂടെ ഉള്ളതാണ് എന്നൊരു തെറ്റിദ്ധരിപ്പിക്കൽ വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയല്ല. സമാഇ എന്ന് പറഞ്ഞാൽ ആ വാദ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും സമാഇ ആണ്.
വാദ്യോപകരണങ്ങളോട് ശറൈ വിരോധിച്ച വാദ്യോപകരണങ്ങളാണ് യാ സമാഉ പാടില്ല എന്നതാണ് ശറൈൻ്റെ നിയമം. 4 മദ്ഹബിലും അതങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സത്യം മനസ്സിലാക്കി അത് ദഅവത്ത് ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.